السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ 29ാമത്തെ ജുസ് ആരംഭിക്കുന്ന സൂറത്തു അൽ മുൽക്കിൻ്റെ തബാറക സൂറത്തിൻ്റെ തഫ്സീറാണ് ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ തറാവിഹിന് ശേഷം നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം, അവൻ്റെ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകളും നന്മകളും നമുക്ക് നൽകുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് മക്കിയത്തായ സൂറത്തുകളിലൊന്നാണ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണ്. 30 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. 30 ആയത്തുകളാണ് സൂറത്തുൽ മുൽക്കിലുള്ളത്. ഈ സൂറത്തിനെ സംബന്ധിച്ച് പല പ്രത്യേകതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നത് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ്, ഒരു പ്രത്യേകതയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പതിവായി ഓതാറുണ്ടായിരുന്ന സൂറത്തുകളിലൊന്നാണ് ഈ സൂറത്ത് എന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം തിർമിദിയും മറ്റും റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെയാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാം, കാന ലാ യനാം, അവിടുന്ന് ഉറങ്ങാറുണ്ടായിരുന്നില്ല, ഹത്താ യഖറഅ, പാരായണം ചെയ്തിട്ടല്ലാതെ, അലിഫ് ലാം മീം തൻസീൽ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, 2 സൂറത്തുകൾ. ഒന്ന് അലിഫ് ലാം മീം തൻസീൽ അഥവാ സൂറത്തു സജ്ദ, വെള്ളിയാഴ്ചകളിൽ സുബ്ഹ് നിസ്കാരത്തിൽ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണല്ലോ സൂറത്തു സജ്ദ. അതുപോലെ സൂറത്തുൽ മുൽക്കും. ഈ 2 സൂറത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുൻപ് സ്ഥിരമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. നോക്കൂ, ഈ സൂറത്തിൻ്റെ പ്രത്യേകതകളിൽ മറ്റൊന്ന്, ഈ സൂറത്ത് സ്ഥിരമായി പാരായണം ചെയ്യുന്ന, അത് മനസ്സിലാക്കുന്ന, അത് പഠിക്കുന്ന, അതിൻ്റെ ആളായിത്തീരുന്ന ആൾക്ക് വേണ്ടി ഈ സൂറത്ത് ശഫാഅത്ത് പറയുമെന്നാണ്, അള്ളാഹുവിനോട് ശുപാർശ പറയുന്നതാണ്. അൻ അബി ഹുറൈറത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി 30 ആയ ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്ത്, 30 ആയ, 30 ആയത്തുകളുള്ള ഒരു സൂറത്ത്, ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, അല്ലാഹു പൊറുത്തു കൊടുക്കുവോളം ഒരാൾക്ക് വേണ്ടി ഈ സൂറത്ത് ശുപാർശ പറയുന്നതാണ്, അള്ളാഹുവിനോട് ശഫാഅത്ത് പറയുന്നതാണ്. ഏത് സൂറത്താണ്? വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഇമാം അബൂ ദാവൂദും തിർമിദിയും മറ്റും റിവായത്ത് ചെയ്തതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള സൂറത്താണിത്. മറ്റൊരു പ്രത്യേകത, ഈ സൂറത്ത് ഖബർ ശിക്ഷയിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന സൂറത്താണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തബാറക ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് തടസ്സമുണ്ടാക്കുന്ന, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന സൂറത്താണ് സൂറത്തു തബാറക് അഥവാ സൂറത്തുൽ മുൽക്ക്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തന്നെ പറയുന്നത് കാണാം,
യുഅ്ത റജുലു ഫി ഖബ്രിഹി, ഒരാളെ ഖബറിൽ കൊണ്ടുവച്ചാൽ ഫതുഅ്ത റിജ്ലാഹു ഫതഖൂലു റിജ്ലാഹ്, അയാളുടെ കാൽഭാഗത്തുകൂടെ അയാൾക്ക് ശിക്ഷ വന്നാൽ കാലുകൾ പറയും ലൈസ ലക്കും അലാ മാ ഖിബലി സബീൽ, എൻ്റെ ഭാഗത്തുകൂടെ ഇദ്ദേഹത്തെ ശിക്ഷിക്കുക സാധ്യമല്ല. കാന യഖൂമു യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, കാരണം ഇദ്ദേഹം ഞാനുമായി അഥവാ ഈ കാലുകളുമായി എഴുന്നേറ്റ് നിന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ثم يؤتى من قبل صدره أو قال بطنه, അദ്ദേഹത്തിൻ്റെ വയറ്റിൻ്റെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തുകൂടെ ശിക്ഷ വരുമ്പോൾ ആ അവയവം പറയും ലൈസ ലക്കും അലാ മാ ഖിബലി സബീൽ, ഈ വഴിയിലൂടെ ഈ ഭാഗത്തുകൂടെ ഇദ്ദേഹത്തിന് ശിക്ഷ ഏൽപ്പിക്കാൻ സാധ്യമല്ല. കാന യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, ഞാനുമായി ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ثم يؤتى رأسه فيقول, അദ്ദേഹത്തിൻ്റെ ശിരസിൻ്റെ തലയുടെ ഭാഗത്തുകൂടെ ശിക്ഷ വന്നാൽ തല പറയും, ശിരസ് പറയും ലൈസ ലക്കും അലാ മാ ഖിബലി സബീൽ, എൻ്റെ ഭാഗത്തുകൂടെ ഇദ്ദേഹത്തെ ശിക്ഷിക്കാൻ സാധ്യമല്ല. കാന യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, ഇദ്ദേഹം എന്നെക്കൊണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഫഹിയൽ മാനിഅ, ഈ സൂറത്ത് തടസ്സപ്പെടുത്തുന്ന അഥവാ ശിക്ഷ തടസ്സപ്പെടുത്തുന്ന സൂറത്താണ്. തംനഉ മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് തടസ്സമുണ്ടാക്കും. വഹിയ ഫി തൗറാത്തി സൂറത്തുൽ മുൽക്ക് വമൻ ഖറഅഹ ഫി ലൈലത്തിൻ ഫഖദ് അക്സറ വഅത്നബ്, ഈ സൂറത്ത് തൗറാത്തിലും സൂറത്തുൽ മുൽക്ക് എന്ന നിലയിൽ ഉണ്ടായിരുന്നു. അഥവാ പരിശുദ്ധ ഖുർആനിലെ ചില ഭാഗങ്ങൾ അത് പഴയ കിതാബുകളിൽ ഉള്ളത് തന്നെയാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ പഴയ കിതാബുകൾ, തൗറാത്തും ഇഞ്ചീലുമെല്ലാം. അതുകൊണ്ട് അതിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളുണ്ട്. ആളുകൾ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തിയതുകൊണ്ട്, പലതും കൂട്ടുകയും പലതും കുറയ്ക്കുകയും ചെയ്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതിൽ നിന്ന് വേർതിരിക്കുക ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതിൽ അള്ളാഹുവിൻ്റെ കലാമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ അൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ ഇതേക്കുറിച്ചൊക്കെ പറയപ്പെട്ടിട്ടുള്ളത്. തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിലോ അതുപോലെ വേറെ മറ്റൊന്നില്ല. അത് ചില സൂറത്തുകൾക്ക് പ്രത്യേകമായി പറയപ്പെട്ടിട്ടുണ്ട്. ഇത് നോക്കൂ, സൂറത്തുൽ മുൽക്ക് അത് തൗറാത്തിലുമുണ്ട്. വമൻ ഖറഅഹ ഫീ ലൈലത്തിൻ ഫഖദ് അക്സറ വഅത്നബ്, ആരാണ് ഒരു രാത്രി അത് പാരായണം ചെയ്തത് അവൻ വലിയ കർമ്മമാണ്, അതുപോലെ ധാരാളം നന്മയാണ് ചെയ്തിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം തബ്റാനി മറ്റും ഈ വാചകങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. ഇതുപോലുള്ള വാക്കുകൾ സഹാബിമാർ പറഞ്ഞാൽ അതിന് റഫ്ഇൻ്റെ ഹുക്മുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വിധിയുണ്ട് എന്നാണ്. കാരണം ഇതുപോലുള്ള ഗൈബിയായ കാര്യങ്ങൾ, ഖബറിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിവരം ലഭിക്കാതെ പറയുകയില്ല. അതുകൊണ്ട് പൊതുവെ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു സഹാബി പറഞ്ഞതായി സഹീഹായി വന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആണ് അതിൻ്റെ ഹുക്മ് വരിക, ആ വിധിയാണ് അതിന് വരിക എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത്രയും പ്രത്യേകതകൾ ഈ സൂറത്തിന് സഹീഹായ ഹദീസുകളിൽ സ്വീകാര്യോഗ്യമായ റിവായത്തുകളിൽ വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്തിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു പ്രത്യേകത പിന്നീടുള്ള ആളുകൾക്ക്, പിൽക്കാലക്കാർക്ക് പറയാൻ യാതൊരു അവകാശവുമില്ല. ഇപ്പോൾ നമുക്ക് പല പുസ്തകങ്ങളും കാണാം, ചില ദിക്റിൻ്റെ പുസ്തകങ്ങൾ, ദുആഇൻ്റെ പുസ്തകങ്ങൾ. അതിൽ കാണാം ചില സൂറത്തുകൾ കൊടുത്ത് ഈ സൂറത്ത് ഇന്നാവശ്യത്തിന് ഇത്ര തവണ ഓതണം. എന്തെങ്കിലും വസ്തു കാണാതായാൽ ഈ സൂറത്തിലെ ഈ ആയത്ത് ഇത്ര തവണ, 33 തവണ അല്ലെങ്കിൽ 300 തവണ അല്ലെങ്കിൽ 333 തവണ ഇങ്ങനെ ഓതണം. ദാരിദ്ര്യമില്ലാതിരിക്കാൻ ഇന്ന സൂറത്ത് ഓതണം. ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിനോ അല്ലെങ്കിൽ ഒരു ആയത്തിനോ ഒരു പ്രത്യേകത പറയണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിനുണ്ടായിരിക്കണം. അതല്ലാതെ നമ്മുടെ വകയായി എന്തെങ്കിലും അധികമായുള്ള പ്രത്യേകത ഖുർആനിലെ ഒരു സൂറത്തിനോ ഒരു ആയത്തിനോ പറയാൻ പാടില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് ഖുർആനിലെ സൂറത്തല്ലേ, അത് ഓതിയാൽ എന്താണ് തകരാർ, ഖുർആനിലെ ഒരു ആയത്തല്ലേ
അത് ഈ ആവശ്യത്തിന് ഓതിയാൽ എന്താണ് തകരാർ? പാടില്ല. ഖുർആനിലെ ഒരു സൂറത്തോ ഒരു ആയത്തോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഇന്ന ആവശ്യത്തിന് അത് ഓതാം. ഒരു വസ്തു കാണാതായാൽ അത് തിരിച്ചു കിട്ടാൻ ഇന്ന സൂറത്ത് ഓതണം, അല്ലെങ്കിൽ ഇന്ന ആയത്ത് ഓതണം, അല്ലെങ്കിൽ ഈ സൂറത്ത് ഇത്ര തവണ ഓതിയാൽ ഇന്ന പ്രതിഫലമുണ്ട്, ഇങ്ങനെ പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിനുണ്ടായിരിക്കണം. നോക്കൂ, ഖുർആനിലെ ആയത്ത് തന്നെ, ഖുർആനിലെ സൂറത്ത് തന്നെ എങ്കിൽ പോലും അതിന് പുതിയൊരു പ്രത്യേകത, ഇല്ലാത്തൊരു പ്രത്യേകത പറയാൻ പാടില്ല. ഖുർആൻ മുഴുവൻ ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് എങ്കിലും, ഖുർആൻ മുഴുവൻ ബറക്കത്തുള്ളതാണ് എങ്കിലും, അതെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ അത് ഓതിയാൽ നമുക്ക് ലഭിക്കും, ശരിയാണ്. പക്ഷേ അതിന് അള്ളാഹു അവൻ്റെ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാത്ത ഒരു പ്രത്യേകതയോ അതിന് പ്രത്യേക സമയമോ അല്ലെങ്കിൽ പ്രത്യേക എണ്ണമോ നിശ്ചയിക്കുക നമുക്ക് പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിലൂടെ പറയുന്നു, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക് എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നിറഞ്ഞവനാകുന്നു, ഏറ്റവും ഉന്നതനാകുന്നു. തബാറക എന്ന പദം അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ചല്ലാതെ പറയുക പാടില്ല. നമ്മൾ പറയാറുണ്ട് ബാറക്കല്ലാഹ്. എന്താണ് അതിനർത്ഥം? അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ, ബാറക്കല്ലാഹു ഫീഖ്, ബാറക്കല്ലാഹു അലൈഖ് തുടങ്ങിയത് നമ്മൾ പറയാറുണ്ട്. അത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. അള്ളാഹു നിനക്ക് ബറക്കത്ത് ചൊരിയട്ടെ, അള്ളാഹു നിനക്ക് അനുഗ്രഹം നൽകട്ടെ. തബാറക എന്നാൽ അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാവൂ. മറ്റൊരു പടപ്പിനെക്കുറിച്ച് ആ പദം പറയുക യോജിക്കുകയില്ല. കാരണം അത് എല്ലാ നന്മകളും നിറഞ്ഞവനാകുന്നു, എല്ലാ മഹത്വങ്ങളും ഉള്ളവനാകുന്നു, പരിശുദ്ധനാകുന്നു എന്നെല്ലാം സൂചിപ്പിക്കുന്ന പദമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു എല്ലാ ഖൈറുകളും സകല നന്മകളും നിറഞ്ഞവനാണ്. അള്ളാഹു നൽകിയതല്ലാതെ ഒരു നന്മയും ഒരാളിലുമില്ല, എവിടെയുമില്ല. ബറക്കത്ത് നൽകേണ്ടവൻ റബ്ബാണ്. ബറക്കത്ത് എന്ന വാക്ക് യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് ബിർക എന്ന പദത്തിൽ നിന്നാണ്. ബിർകത്ത് എന്നാൽ വെള്ളം കെട്ടി നിർത്തുന്ന, വെള്ളം സംഭരിക്കുന്ന സ്ഥലത്തിന് ബിർകത്ത് എന്ന് പറയും. നിലനിൽക്കുന്ന നന്മയാണ് യഥാർത്ഥത്തിൽ ബറക്കത്ത്. നമ്മൾ സാധാരണ പറയാറുണ്ട് കയ്യിലുള്ള പണത്തിനും മറ്റുമൊക്കെ ബറക്കത്ത് ലഭിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാവുക എന്നതു മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് അത് നിലനിൽക്കുക, അത് ഉപകാരപ്പെടുക എന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അനസ് റളിയല്ലാഹു ചെറിയ കുട്ടിയായിരുന്നു, 10 വയസ്സ് പ്രായമുണ്ടായിരിക്കെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കൂട്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസിൻ്റെ ദുനിയാവിനും ആഖിറത്തിനും വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചു. ആ ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅതൈതഹു. അല്ലാഹുവേ അക്സിർ മാലഹു വവലദഹു, അല്ലാഹുവേ അനസിൻ്റെ സമ്പത്തും സന്താനങ്ങളും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, ധാരാളം സമ്പത്തും സന്താനങ്ങളെയും നീ അനസിന് നൽകണമേ. വബാരിക് ലഹു ഫീമാ അഅതൈതഹു, റബ്ബേ നീ നൽകിയതിൽ ബറക്കത്ത് ചൊരിയണമേ. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം നൽകാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് ബറക്കത്ത് നൽകാനും പ്രാർത്ഥിച്ചു. അപ്പോൾ അധികം ലഭിച്ചതുകൊണ്ട് മാത്രം ബറക്കത്ത് ഉണ്ടാകണമെന്നില്ല. ബറക്കത്ത് മറ്റൊന്നാണ്, അത് നന്മയുടെ നിലനിൽപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. സഹാബിമാരിൽ ഒരുപാട് കാലം ജീവിച്ച സഹാബിമാരിൽ ഒരാളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 100-ലധികം മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പേരക്കുട്ടികളുടെ അടക്കം ജനാസയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എൻ്റെ തോട്ടം, എല്ലാവരുടെയും തോട്ടം വർഷത്തിൽ 1 തവണ കായ്ക്കുമ്പോൾ എൻ്റെ തോട്ടം വർഷത്തിൽ 2 തവണ കായ്ക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അള്ളാഹു സ്വീകരിച്ചു. ബറക്കത്ത് ഏകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീഖ് തുടങ്ങിയ പ്രാർത്ഥന ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. തബാറക എന്ന പദമാകട്ടെ അള്ളാഹുവിന് മാത്രമേ യോജിക്കുകയുള്ളൂ. അവനാണ് എല്ലാ ബറക്കത്തുമുള്ളവൻ, എല്ലാ ഖൈറും നിറഞ്ഞവൻ, ഏറ്റവും ഉന്നതൻ. തബാറക
അല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലദീ ഏതൊരുവനാണോ ബിയദിഹി അവൻ്റെ കയ്യിലാണുള്ളത്, അൽ മുൽക്ക് അധികാരം ആധിപത്യം അവൻ്റെ കയ്യിലാണ്, വഹുവ അവൻ അല കുല്ലി ഷൈഇൻ ഏത് കാര്യത്തിനും ഖദീർ കഴിവുള്ളവനാണ്. നോക്കൂ നിങ്ങൾ, അൽ മുൽക്കു യഥാർത്ഥ ആധിപത്യവും അധികാരവും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ദുനിയാവും ആഖിറത്തും അവൻ്റേതാണ്. അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും നടപ്പിലാക്കുന്നതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ. അവൻ ഉദ്ദേശിച്ചത് സംഭവിക്കും, അവൻ ഉദ്ദേശിക്കാത്തതൊരിക്കലും സംഭവിക്കുകയില്ല. നോക്കൂ, ദുനിയാവിൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചതേ നടക്കുന്നുള്ളൂ എങ്കിൽ ദീനും അങ്ങനെ ആയിരിക്കണം. ഒരു മനുഷ്യൻ ജനിക്കുന്നതും അവൻ മരിക്കുന്നതും അവൻ്റെ ഹൃദയമിടിപ്പുകളുമെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണം ഒന്ന് മാത്രമാണ് എങ്കിൽ അവൻ്റെ ദീനും അള്ളാഹു നിശ്ചയിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഖുർആനിൽ ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലായി ഒരുമിച്ച് പറഞ്ഞത് നമുക്ക് കാണാം. എന്താണത്? അള്ളാഹു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് തൊട്ടുടനെ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ. കാരണം ഖൽഖ് അവൻ്റെതാണോ, സൃഷ്ടിപ്പ് അവൻ്റെതാണോ എങ്കിൽ ശാസനാധികാരവും കൽപ്പിക്കാനും വിലക്കാനുമുള്ള അധികാരവും റബ്ബിനാണ്. അവൻ്റെ ദീനാണ് നീ പാലിക്കേണ്ടത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അലാ ലഹുൽ ഖൽഖു വൽ അംർ, അറിയുക അള്ളാഹുവിന് മാത്രമാണ് അൽ ഖൽഖു വൽ അംർ. ഖൽഖ് അവനാണ്, സൃഷ്ടിപ്പ് അവൻ്റേതു മാത്രമാണ്. വൽ അമർ ശാസനാധികാരം, കൽപ്പിക്കാൻ വിലക്കാൻ ദീൻ നിശ്ചയിക്കാൻ, ജനങ്ങൾക്ക് ഇതാണ് ഹലാൽ ഇതാണ് ഹറാം എന്ന് നിശ്ചയിക്കാനുള്ള അധികാരവും അള്ളാഹുവിന് മാത്രം. അതുകൊണ്ട് റബ്ബിൻ്റെ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന, റബ്ബ് ജീവൻ നൽകിയ, റബ്ബ് മരിപ്പിക്കുന്ന മനുഷ്യൻ റബ്ബിൻ്റെ ദീൻ സ്വീകരിക്കണം. അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കണം. അള്ളാഹു ഹറാമാക്കിയത് അവൻ ഹറാമാക്കി ആയിരിക്കണം. അള്ളാഹു നിർബന്ധമാക്കിയത് അവന് നിർബന്ധമാക്കി ആയിരിക്കണം. അള്ളാഹു പുണ്യമാക്കിയത് അവന് പുണ്യമായിരിക്കണം. എത്ര എളുപ്പമാണ് കാര്യം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ് അവൻ ഖദീറാൻ, അവൻ സകല കാര്യത്തിനും കഴിവുള്ളവനാണ്. അവന് സാധിക്കാത്തതായി യാതൊന്നുമില്ല, അവന് സാധിക്കാത്തതായി യാതൊന്നുമില്ല. നോക്കൂ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലദീ ഏതൊരുവനാണോ ഖലഖ സൃഷ്ടിച്ചത്, അൽ മൗത വൽ ഹയാത മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്, ലിയബ്ലുവക്കും നിങ്ങളെ പരീക്ഷിക്കുവാൻ, അയ്യുക്കും നിങ്ങളിൽ ആരാണ്, അഹ്സനു അമലൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ശരിയായി പ്രവർത്തിക്കുന്നത്, വഹുവൽ എന്ന് പരീക്ഷിക്കാൻ ജീവിതവും മരണവും ജീവിതവും പടച്ചവനാണവൻ. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ അസീസാണ്, എല്ലാ ഇസ്സത്തും എല്ലാ പ്രതാപവും ഉള്ളവനാണ്. അൽ ഗഫൂർ ഏറെ പൊറുക്കുന്നവനാണ്. നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അവനാണ് സകലതിനെയും പടച്ചത്. അള്ളാഹു അല്ലാത്തവർ യാതൊന്നിനെയും പടക്കുന്നില്ല. ഇവിടെ അള്ളാഹു സൃഷ്ടിച്ച രണ്ട് സുപ്രധാനമായ കാര്യങ്ങളെ അള്ളാഹു എടുത്തു പറയുന്നു. ഒന്ന് അൽ മൗത്ത് മരണമാണ്, രണ്ടാമത്തേത് അൽ ഹയാത്ത് ജീവിതമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു മരണത്തെ ജീവിതത്തെ പടച്ചു എന്നാണ് പറയുന്നത്. പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് മരണം എന്നാൽ ഇല്ലായ്മ എന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ അള്ളാഹു അത് അവൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് പറയുന്നു. മരണം അത് കേവലം ഒരവസ്ഥ മാത്രമല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗക്കാർ സ്വർഗത്തിലും നരകക്കാർ നരകത്തിലുമായി തീർന്നാൽ മരണത്തെ ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരുമെന്നാണ്. ഒരാടിൻ്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരും. എന്നിട്ട് വിളിക്കും, യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗ്ഗക്കാരെ, വയ അഹ്ലൻ നാർ, ഓ നരകക്കാരെ. ഈ വിളി കേട്ടാൽ സ്വർഗ്ഗക്കാർ തങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയേക്കുമോ എന്ന പേടിയിൽ നോക്കുമെന്നാണ്. നരകക്കാർ ഞങ്ങൾക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല അവസരവും ഉണ്ടായേക്കുമോ എന്ന് പ്രതീക്ഷിച്ച് പുറത്തേക്ക് നോക്കും. മരണത്തെ ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും. ഇതിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കും. പരിചയമുണ്ട്, ഇത് മരണമാണ്. എന്നിട്ട് അതിനെ അവിടെ വെച്ച് അറുത്തു കളയും. ശേഷം പറയും, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ലാ മൗത്ത് വയാ അഹ്ലൻ നാർ ഖുലൂദുൻ ലാ മൗത്ത്. ഓ സ്വർഗ്ഗക്കാരെ, ഖുലൂദ് ഇനി ശാശ്വത ജീവിതമാണ്, ലാ മൗത്ത് ഇനി മരണമില്ല. ഓ നരകക്കാരെ, ഖുലൂദ് ഇനി ശാശ്വത ജീവിതമാണ്, ലാ മൗത്ത് ഇനി മരണമില്ല.
അത് കേട്ടാൽ സ്വർഗക്കാരുടെ സന്തോഷത്തിനുമേൽ സന്തോഷം വർദ്ധിക്കും, നരകക്കാരുടെ സങ്കടത്തിനും വ്യസനത്തിനും ഖേദത്തിനും മേൽ വീണ്ടും അവരുടെ സങ്കടവും ഖേദവും വ്യസനവുമെല്ലാം വർദ്ധിക്കുകയാണ്. സല്ലല്ലാഹു ആഫിയ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, അള്ളാഹു മരണത്തെ പടച്ചിരിക്കുന്നു, ജീവിതത്തെ പടച്ചിരിക്കുന്നു. ഈ ആയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിതത്തെക്കാൾ മുന്നേ അള്ളാഹു എണ്ണി പറഞ്ഞത് മരണത്തെയാണ്. ആദ്യം മരണത്തെ പടച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മനുഷ്യന് വിനയമുണ്ടാക്കുന്നതാണ്. മരണവും ദാരിദ്ര്യവും രോഗവുമെല്ലാമാണ് മനുഷ്യൻ്റെ തല താഴ്ത്തി കളയുന്നത്, അവന് വിനയമുണ്ടാക്കുന്നത്, അവൻ്റെ അഹങ്കാരം താഴ്ത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, നിങ്ങൾ മരണത്തെ ധാരാളമായി ഓർക്കുക. എല്ലാ ആസ്വാദനങ്ങളെയും സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക. മരണത്തെ ഏതു വിശാലതയിൽ ഒരാൾ ഓർത്തുവോ അവനെ അത് കുടുക്കി കളയും. ഏതു കുടുക്കത്തിൽ പ്രയാസത്തിൽ ഒരുവൻ മരണത്തെ ഓർത്തുവോ അതവന് വിശാലത നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, വിശാലതയിൽ സന്തോഷത്തിൽ നീ മരണത്തെ ഓർത്തു നോക്കൂ, നിന്റെ സന്തോഷത്തിൽ അമിതമായി ആഹ്ലാദിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. പ്രയാസത്തിൽ ഇടുക്കത്തിൽ മരണം ആലോചിച്ചു നോക്കൂ, നിനക്കത് വിശാലത നൽകും, പ്രയാസം ഇല്ലാതാകും. അതുകൊണ്ടത് ധാരാളമായി ഓർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഇവിടെ അതിനെ ആദ്യം പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ നമ്മുടെ അവസ്ഥ ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ നിർജീവമായ റൂഹ് നൽകുന്നതിന് മുൻപ് നമ്മുടെ സ്ഥിതി എന്താണ്? അള്ളാഹു ഒരു നുത്ഫയായി, ബീജമായി, ഭ്രൂണമായി, കേവലം ഒരു മാംസകഷ്ണമായി ആ അവസ്ഥയിലായിരുന്നു നമ്മുടെ നിശ്ചയിച്ചത്. പിന്നെ അള്ളാഹു ഉമ്മയുടെ വയറ്റിൽ 4 മാസം തികവേ റൂഹ് നൽകിയാലാണ് നമുക്ക് ജീവിതം നൽകുന്നത്. വല്ലാഹു ആലം. ഇതുകൊണ്ടെല്ലാം അള്ളാഹു റബ്ബുൽ ആലമീൻ മൗത്തിനെ ആദ്യം പറഞ്ഞിരിക്കുന്നു, മരണത്തെ ആദ്യം പറഞ്ഞിരിക്കുന്നു. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അതിലുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അതുപോലെ അള്ളാഹു ജീവിതവും പടച്ചിരിക്കുന്നു. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ, അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്, ശരിയായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ. നമ്മുടെ മുൻഗാമികൾ പണ്ഡിതന്മാർ ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞത് കാണാം. അള്ളാഹു എന്താണ് പറഞ്ഞത്? അയ്യുക്കും അഹ്സനു അമല എന്നാണ് പറഞ്ഞത്. എന്തു പറഞ്ഞില്ല? അയ്യുക്കും അക്സറു അമലൻ, നിങ്ങളിൽ ആരാണ് കുറേ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ എന്ന് പറഞ്ഞില്ല. മറിച്ച് അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ശരിയായി ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് അത് പരീക്ഷിക്കാനാണ് അള്ളാഹു മരണത്തെയും ജീവിതത്തെയും പടച്ചത്. എപ്പോഴാണ് അമൽ ശരിയായ നേരായ പ്രവർത്തനമാവുക? 2 നിബന്ധനകൾ ഒത്താൽ മാത്രം, 2 ഷർത്തുകൾ യോജിച്ചാൽ മാത്രം. മുൻഗാമികൾ പറഞ്ഞത് കാണാം, അഹ്സനു അമലൻ എന്ന് പറഞ്ഞാൽ അഖ്ലസുഹു വ അസ്വബു. അഖ്ലസുഹു വ അസ്വബു. അഖ്ലസുഹു എന്ന് പറഞ്ഞാൽ അത് കലർപ്പില്ലാത്ത അമലായിരിക്കണം, വസ്വബുഹു ശരിയായ അമലായിരിക്കണം. അത് പറഞ്ഞപ്പോൾ സലഫുകളിൽ മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഇസ്ലാമിലെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാം. എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? കളങ്കമില്ലാത്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായത്, ശിർക്ക് കലരാത്തത്. അതുപോലെ ശരിയായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയത്, ബിദ്അത്ത് കലരാത്തത്. നമുക്ക് ഈ 2 നിബന്ധനയുണ്ടെങ്കിലേ ഏത് അമലും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ആർക്കും ഒരു പ്രവർത്തനം നല്ലതാണ് എന്ന് തോന്നിയിട്ട് കാര്യമില്ല, ജനങ്ങളൊക്കെ പുകഴ്ത്തിയത് കൊണ്ട് കാര്യമില്ല. മറിച്ച് അള്ളാഹു സ്വീകരിക്കണോ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ശിർക്ക് കലരാൻ പാടില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ചായിരിക്കണം. അല്ലാതെ എത്ര പേർ നല്ലതാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. ഒരാൾ ശരിയായ പ്രവർത്തനം പ്രവർത്തിക്കുന്നു, പക്ഷേ അയാളുടെ ഉദ്ദേശം ആളുകൾ കാണണമെന്നാണ്, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ മറ്റു താല്പര്യങ്ങളുമാണ്, അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇനി ഒരാൾ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തൊരു പുതിയ കാര്യമാണത്, ബിദ്അത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്തോ കാണിച്ചു തന്നിട്ടില്ലാത്തൊരു പ്രവർത്തനമാണത്, അള്ളാഹു സ്വീകരിക്കുകയില്ല. 2 നിബന്ധനകൾ യോജിച്ചാലേ അള്ളാഹു സ്വീകരിക്കും. നോക്കൂ, നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരാൻ പറയുന്ന 2 ഷഹാദത്തുകളുടെ താല്പര്യമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അതിൽ ഇഖ്ലാസാണുള്ളത്. അത് വിപരീതമാണ് ശിർക്ക്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന സുപ്രധാനമായ പാഠമാണ്. അതിലേതിനാണ് ബിദ്അത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തത്. ഇങ്ങനെ ചെയ്താൽ അത് അഹ്സനു അമലൻ എന്ന് അള്ളാഹു പറഞ്ഞതിൽ പെടുകയില്ല. മറിച്ച് അമൽ ശരിയായ അമലായിരിക്കണം, ഇബാദത്ത് നേരായ ഇബാദത്തായിരിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഓ മുആദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ദുആയിൽ എന്താണുള്ളത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഓരോ നിസ്കാരത്തിൻ്റെ അവസാനവും ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഫർദായ നിസ്കാരത്തിൻ്റെ അവസാനം ചൊല്ലാൻ പഠിപ്പിച്ച ദുആണ് അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക നിന്നെ ദിക്ർ ചെയ്യാൻ, നിന്നെ സ്മരിക്കാൻ, വശുക്രിക നിനക്ക് ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക നിന്നെ ശരിയായ ഇബാദത്ത്, നിന്നെ നന്നായി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നീ എന്നെ സഹായിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചൊല്ലാൻ മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തത് കാണാം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ശേഷം അള്ളാഹു പറയുന്നു വഹു അൽ അസീസുൽ ഗഫൂർ, അള്ളാഹു അവനാണ് അൽ അസീസ് അൽ ഗഫൂർ. അള്ളാഹുവിൻ്റെ രണ്ട് ശ്രേഷ്ഠമായ പേരുകൾ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഒന്ന് അൽ അസീസ്, അള്ളാഹു അൽ അസീസാണ്, ഏറ്റവും പ്രതാപമുള്ളവനാണ്, ഏറ്റവും ഇസ്സത്തുള്ളവനാണ്. അവൻ്റെ ഇസ്സത്ത് എന്നാൽ നോക്കൂ നിങ്ങൾ, അവൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്കും എവിടെയും പോവുക സാധ്യമല്ല. അള്ളാഹു ഒരുവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഏത് ആകാശമാണ് അവന് തണൽ വിരിക്കുക, ഏത് ഭൂമിയാണ് അവനെ ഒളിപ്പിച്ചു വെക്കുക, എവിടെയും അവനെ രക്ഷപ്പെട്ടോടാൻ സാധ്യമല്ല. അതുപോലെ അള്ളാഹു ഉന്നതമായ സ്ഥാനമുള്ളവനാണ്. ഒരു ന്യൂനതയോ ഒരു കുറവോ അവനെ ബാധിക്കുകയില്ല. അവൻ ഏറ്റവും ഉന്നതനാണ്. അവന് മോശമായ ഒരു വിശേഷണവും ഒരിക്കലും വന്നു ചേരുകയില്ല. അവൻ പടപ്പുകളെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, അവർക്കുമേലെല്ലാം ഏറ്റവും പ്രതാപമുള്ള അസീസാണ്. ശേഷം അള്ളാഹു പറഞ്ഞ പേര് അൽ ഗഫൂർ, അവൻ ഏറ്റവും പൊറുക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അത് സുബ്ഹാനല്ലാഹ് അങ്ങേയറ്റം വിശാലമായ മഗ്ഫിറത്താണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയവന് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവൻ എത്ര വലിയ തിന്മയിൽ നേരത്തെ മുങ്ങിയവനാണെങ്കിലും ശരി, അള്ളാഹുലേക്ക് അവൻ ഖേദിച്ചു മടങ്ങിയോ അള്ളാഹു പുറത്തു കൊടുക്കും. ഖുല്ലില്ലദീന കഫറു ഇയൻതഹു യുഗ്ഫർ ലഹും മാ ഖദ് സലഫ്. നിഷേധികളോട്, കാഫറുകളോട് പറയൂ നബിയെ, ഇയൻതഹു അവരത് അവസാനിപ്പിച്ചാൽ യുഗ്ഫർ ലഹും മാ ഖദ് സലഫ് അവർക്ക് നേരത്തെ കഴിഞ്ഞുപോയത് പൊറുക്കപ്പെടുന്നതാണ്. എത്ര നിഷേധിയായാലും അവൻ തൗബ ചെയ്തോ അള്ളാഹുലേക്ക് മടങ്ങിയോ അള്ളാഹു പുറത്തു കൊടുക്കും. അതുപോലെ അള്ളാഹുൽ പങ്കുചേർക്കാതെ മരിച്ചുപോയ, മുസ്ലിമായി മരിച്ചുപോയവർക്ക് ഒടുവിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സ്വർഗം നൽകുന്നതാണ്. ഒന്നുകിൽ അവരെ നേരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അതല്ല എങ്കിൽ അള്ളാഹു അവരുടെ തിന്മകൾക്ക് അവരെ ശിക്ഷിച്ച് ശുദ്ധീകരിച്ച ശേഷം സ്വർഗത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കും. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഒരുപാട് പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് വന്നാൽ അതിൽ വേറെയും പാഠങ്ങളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഗഫൂർ ആയിരിക്കെ അവൻ അസീസാണ്, അസീസായിരിക്കെ അവൻ ഗഫൂറാണ്. അള്ളാഹു ഏറ്റവും പ്രതാപമുള്ളവനാണ്, അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവനാണ്. എന്നാൽ ആ ഇസ്സത്ത് ഒരിക്കലും ആർക്കും പുറത്തു കൊടുക്കാതിരിക്കുക എന്നതിലേക്ക് അള്ളാഹുവിനെ നയിക്കുകയില്ല. പടപ്പുകൾ നോക്കൂ, അവരിൽ പലരും ചിലപ്പോൾ വലിയ സ്ഥാനം ലഭിച്ചാൽ, വലിയ പദവിയും മറ്റും ലഭിച്ചാൽ അവർ ക്രൂരന്മാരായിത്തീരും. ആർക്കും മാപ്പ് കൊടുക്കുകയില്ല, വിട്ടുകൊടുക്കുകയില്ല, ആളുകളെ ക്രൂരമായി ശിക്ഷിച്ചേക്കും. എന്നാൽ അള്ളാഹു ഏറ്റവും പ്രതാപമുള്ളവനായിരിക്കെ അവൻ പുറത്തു കൊടുക്കുന്നവനാണ്, ഏറെ പൊറുക്കുന്നവനാണ്. നോക്കൂ, അവൻ ഗഫൂറായിരിക്കെ അസീസാണ്. അവൻ പുറത്തു കൊടുക്കുന്നത് ഒരിക്കലും അവൻ പടപ്പുകളിൽ ആരെയെങ്കിലും പേടിച്ചതുകൊണ്ടോ അവരെ ശിക്ഷിച്ചാൽ എന്തെങ്കിലും പ്രയാസം അവന് വരുമെന്ന് ഭയന്നതുകൊണ്ടോ അല്ല, നഊദു ബില്ലാഹ്, ഒരിക്കലുമല്ല. വലിയ ഉമ്മത്തുകളെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. സാലിഹ് അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചതിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ? വലാ യഖാഫു ഉഖ്ബാഹ, അവരെ ഒന്നാകെ നശിപ്പിച്ചു. അതിന് പകരം ആരെങ്കിലും അവനോട് പ്രതികാരം ചെയ്യുമെന്ന് അവന് ഭയമില്ല, അവന് പേടിക്കേണ്ട കാര്യമില്ല. നോക്കൂ, അവൻ പുറത്തു തരുന്നത് ഒരിക്കലും അവന് പ്രതാപം കുറഞ്ഞു പോയത് കൊണ്ടല്ല. പടപ്പുകളിൽ ചിലപ്പോൾ ആളുകൾക്ക് വിട്ടുകൊടുത്തേക്കും, മാപ്പ് കൊടുത്തേക്കും. എന്തുകൊണ്ടാണ്? ശിക്ഷിക്കാൻ, പകരം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മാപ്പ് കൊടുക്കുന്നത്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ
പൊറുക്കുന്നത് അവൻ ഏറ്റവും പ്രതാപമുള്ളവനായിരിക്കുകയാണ്. വഹു അൽ അസീസുൽ ഗഫൂർ. അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും ഒരുപാട് പറയാനുള്ള, ഒരുപാട് വിശദീകരിക്കാനുള്ള കാര്യമാണ്. അതുപോലെ നോക്കൂ, ഈ രണ്ട് പേരുകളിൽ നമുക്കുള്ള രണ്ട് പ്രേരകങ്ങളുണ്ട്. അസീസാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ നിന്നെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഒരാൾക്കും നിന്നെ രക്ഷപ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം. അവൻ വിലക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് സൂക്ഷിക്കണം. ഗഫൂറാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ട് അവൻ്റെ പാപമോചനം പ്രതീക്ഷിക്കുക, അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, അവനോട് പൊറുക്കലിനെ തേടുക. നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനുമുള്ള പ്രേരണ ഈ രണ്ട് പേരുകളിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നതിലുണ്ട്. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനെ കുറിച്ചുള്ള ആശ ജനിപ്പിക്കലുണ്ട്, അവൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭീതി ജനിപ്പിക്കലുണ്ട്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഈ പേരുകളിൽ നമുക്ക് ഉള്ള പാഠങ്ങളാണ്. പറയുന്നു, الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير الذي خلق 7 سماوات طباقا. അള്ളാഹു അവനെക്കുറിച്ച് പറയുന്നു, എല്ലാ ആധിപത്യവും ആരുടെ കയ്യിലാണോ, ജീവിതവും മരണവും സൃഷ്ടിച്ചവൻ അസീസും ഗഫൂറുമായവൻ, അല്ലദി ഏതൊരുവനാണോ ഖലഖ സൃഷ്ടിച്ചത് 7 സമാവാത്തിൻ 7 ആകാശങ്ങളെ തിബാഖൻ അടുക്കടുക്കായി തട്ടുതട്ടുകളായി പടച്ചത്. മാ തറ നിനക്ക് കാണാൻ കഴിയുകയില്ല ഫി ഖൽഖ് റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മിൻ തഫാവുത്ത് ഒരു ഏറ്റക്കുറച്ചിലും നിനക്ക് കാണുക സാധ്യമല്ല. ഫർജി അൽ ബസർ നീ ഒന്നുകൂടി നിൻ്റെ ദൃഷ്ടി കൊണ്ട് നോക്കുക, നീ നിൻ്റെ നോട്ടം ഒന്നുകൂടി ആകാശത്തേക്ക് അവൻ്റെ പടപ്പിലേക്ക് മടക്കുക. ഹൽ തറ നീ കാണുന്നുണ്ടോ മിൻ ഫുതൂർ വല്ല വിടവും നീ കാണുന്നുണ്ടോ? അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ, പ്രത്യേകിച്ച് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭംഗിയും അതിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ വിധാനവുമെല്ലാം സൂചിപ്പിക്കുകയാണ്. അല്ലദീ ഖലഖ അള്ളാഹു അവനാണ് സൃഷ്ടിച്ചത് 7 സമാവാത്തിൻ 7 ആകാശങ്ങളെ തിബാഖൻ തട്ടുതട്ടുകളായി. ആകാശങ്ങൾ 7 എണ്ണമാണ്. അത് ഭൂമിയോടടുത്ത ആകാശം ആണ് ഒന്നാമത്തെ ആകാശം, രണ്ടാമത്തേത് അതിനു മുകളിൽ അതിനേക്കാൾ വലിപ്പമുള്ളതാണ്, മൂന്നാമത്തേത് അതിനു മുകളിൽ അതിനേക്കാൾ വലിപ്പമുള്ളത്. ഇങ്ങനെ 7 ആകാശങ്ങൾ അള്ളാഹു പടച്ചിരിക്കുന്നു. തിബാഖൻ തട്ടുതട്ടുകളായി അള്ളാഹു പടച്ചിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തലാഖിൽ അള്ളാഹു പറഞ്ഞത് കാണാം, വമിനൽ അർദി മിസ്ലഹുൻ ഭൂമിയിലും അതിന് തുല്യമായത് എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളുണ്ട് എങ്കിൽ അതുപോലെ 7 ഭൂമികളുമുണ്ട്. 7 ആകാശങ്ങൾ മുകളിലേക്കുള്ളതുപോലെ 7 ഭൂമികൾ താഴേക്ക് ഉണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമി അന്യായമായി അതിൽ നിന്നൊരു ഷിബിർ ഒരു ചാണെടുത്താൽ തൂവിഖഹു യൗമൽ ഖിയാമത്തി മിൻ 7 അർദീൻ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ കഴുത്തിൽ ഖിയാമത്ത് നാളിൽ 7 ഭൂമികളിൽ നിന്ന് ചാർത്തപ്പെടുന്നതാണ്. അഥവാ താഴോട്ട് 7 ഭൂമികൾ അവൻ്റെ കഴുത്തിൽ നാളെ പരലോകത്ത് ചാർത്തപ്പെടും. മറ്റൊരാളുടെ ഭൂമി അന്യായമായി ഒരു ചാൺ ആരെങ്കിലും അന്യായമായി എടുത്താൽ ആ ഹദീസിൽ നമുക്ക് കാണാം 7 ഭൂമികളെന്ന്, അഥവാ താഴേക്ക് 7 ഭൂമികളുണ്ട് എന്നാണ്. മുകളിലേക്ക് 7 ആകാശങ്ങളുണ്ട്. ഓരോ ആകാശവും നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറം വലിപ്പമുള്ളതാണ്. അള്ളാഹു പറയുന്നു, മാ തറ ഫി ഖൽഖി റഹ്മാൻ നിനക്ക് റഹ്മാനായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ കാണുക സാധ്യമല്ല. മിൻ തഫാവുത്ത് ഒരു തഫാവുത്ത് കാണുക സാധ്യമല്ല. തഫാവുത്ത് എന്ന പദം ഫാറ്റ എന്ന വാക്കിൽ നിന്നാണ് വന്നത് എന്നാണ്. ഫാറ്റ എന്നാൽ വിട്ടുപോവുക. എന്തെങ്കിലും അള്ളാഹു വിട്ടുപോയതായി, എന്തെങ്കിലും ഒരു കുറവ് നീ കാണുന്നുണ്ടോ? ഇല്ല, നിനക്കൊരിക്കലും കാണുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത് പരിപൂർണമാണ്. അത് സൃഷ്ടിച്ചവനായ റബ്ബിൻ്റെ കഴിവും അവൻ്റെ മഹത്വവും വിളിച്ചോതുന്നതാണ് ഈ സൃഷ്ടികൾ, ഈ പടപ്പുകൾ.
നോക്കൂ നിങ്ങൾ, ഈ ബലിഷ്ഠമായ ആകാശത്തെ അള്ളാഹു പടച്ചു എന്നത് നമ്മെ അള്ളാഹു വീണ്ടും പടക്കാൻ കഴിവുള്ളവനാണ്. വീണ്ടും മണ്ണോട് മണ്ണായി തീർന്നതിന് ശേഷം രണ്ടാമത് കൊണ്ടുവരുവാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്നതിനുള്ള തെളിവാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു എന്തു പറഞ്ഞത്? അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ റഫഅ സംകാഹ ഫസവാഹ വഅഗ്തശ ലൈലഹ വഅഖ്റജ ദുഹാഹ. നിങ്ങളാണോ ഏറ്റവും കടുത്ത ശക്തരായ പടപ്പുകൾ? അമിസ്സമ, അതല്ല ആകാശമാണോ? ബനാഹ, അള്ളാഹു അതിനെ നിർമ്മിച്ചിരിക്കുന്നു. റഫഅ സംകാഹ ഫസവാഹ, അള്ളാഹു അതിൻ്റെ വിധാനം ഉയർത്തിയിരിക്കുന്നു, അതിനെ ശരിപ്പെടുത്തിയിരിക്കുന്നു. ഈ വിശാല വിസ്തൃതമായ ആകാശത്തെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ അറ്റമില്ലാതെ കാണുന്ന ആകാശത്തെ അള്ളാഹു സംവിധാനിച്ചു എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ വൈഭവം, അള്ളാഹുവിൻ്റെ കഴിവ് വിളിച്ചോതുന്ന കാര്യമാണ്. ഫർജ് അൽ ബസർ, അള്ളാഹു പറയുന്നു, നീ വീണ്ടും നോക്കുക, ഒന്നുകൂടി നോക്കുക. ഹൽ തറ, നീ കാണുന്നുണ്ടോ? മിൻ ഫുതൂർ, വല്ല വിടവും കാണുന്നുണ്ടോ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ? ഇല്ല. സുമ്മർജ് അൽ ബസർ, എന്നിട്ട് നീ നിന്റെ ദൃഷ്ടി വീണ്ടും അയക്കുക, ഒന്നുകൂടി നോക്കുക. കറത്തൈൻ, 2 തവണ. യൻഖലിബ്, തിരിച്ചു വരുന്നതാണ്. ഇലൈക, നിന്നിലേക്ക്. അൽ ബസറു, നിന്റെ കാഴ്ച, നിന്റെ കണ്ണുകൾ തിരിച്ചു വരും. ഖാസിഅൻ, ഉദ്ദേശിച്ചത് നടക്കാതെ. വഹുവ ഹസീർ, തളർന്നുകൊണ്ട് നിന്റെ ദൃഷ്ടി തിരിച്ചു വരുന്നതാണ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നമ്മൾ വല്ല വസ്തുവും വാങ്ങാൻ പോയാൽ ഒരു തവണ നോക്കിയാൽ കാണാത്ത ന്യൂനത രണ്ടാമത് നോക്കിയാൽ കാണും. 2 തവണ നോക്കിയാൽ കാണാത്ത 3 തവണ നോക്കിയാൽ കാണും. യാത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞത് കാണാം. ഒരു വസ്തു വാങ്ങുകയോ മറ്റോ ചെയ്യുമ്പോൾ അതിൻ്റെ കുറവ് വല്ലതും കാണണമെങ്കിൽ 3 തവണയെങ്കിലും നോക്കണം എന്ന്. വീണ്ടും വീണ്ടും നോക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ആകാശത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, നീ നോക്കൂ, വല്ല ഏറ്റക്കുറച്ചിലും കാണുന്നുണ്ടോ? ഒന്നുകൂടി നോക്കൂ. 2 തവണ വീണ്ടും നോക്കൂ. അള്ളാഹു പറഞ്ഞത് കാണാം. എങ്ങനെ നോക്കിയാലും, എത്ര നോക്കിയാലും നിന്റെ കണ്ണുകൾ അതിൽ ഒരു പോരായ്മയും കണ്ടെത്താൻ സാധിക്കാതെ തളർന്നു തിരിച്ചു വരുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ ഒരു കുറവും ഒരു തെറ്റും കാണുക സാധ്യമല്ല. ഈ രൂപത്തിൽ അള്ളാഹു ആകാശങ്ങളെ പടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം അതാ അടുത്ത ആയത്തിൽ അള്ളാഹു ആകാശത്തിന് ഭംഗിയായിക്കൊണ്ടും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും പടച്ച നക്ഷത്രങ്ങളെക്കുറിച്ച്, ഒന്നാം ആകാശത്തിൽ അള്ളാഹു നക്ഷത്രങ്ങളെ നിശ്ചയിച്ചതിനെ കുറിച്ച് പ്രത്യേകം പറയുകയാണ്. അതാണ് അടുത്ത ആയത്ത്. വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. ولقد زينا, അള്ളാഹു പറയുകയാണ്, വലഖദ് സയ്യന്ന, നാം സീനത്താക്കിയിരിക്കുന്നു, ഭംഗി ഏറ്റിയിരിക്കുന്നു, അലങ്കരിച്ചിരിക്കുന്നു. അസ്സമാ അദ്ദുനിയ, ഏറ്റവും അടുത്ത ആകാശത്തെ. ദുനിയ എന്ന പദം അടുത്തത് സൂചിപ്പിക്കുന്ന വാക്കാണ്. ദൂന എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. ഈ ദുനിയാവ് നമുക്ക് ഏറ്റവും അടുത്തുള്ളതാണ്. എന്നാൽ ഇതിനപ്പുറത്ത് വലുതു വരാനുണ്ട്. അതുപോലെ താഴ്ന്നത് എന്നത് സൂചിപ്പിക്കുന്നതാണ്. ഈ ദുനിയാവ് വളരെ വില കുറഞ്ഞതും താഴ്ന്നതുമാണ് യഥാർത്ഥത്തിൽ. അടുത്തുള്ള ആകാശത്തെ, ഭൂമിയോടടുത്ത ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. ബി മസാബീഹ, വിളക്കുകൾ കൊണ്ട്. മിസ്ബാഹിൻ്റെ ബഹുവചനമാണ് മസാബീഹ്. ചില വിളക്കുകൾ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു. വജഅൽനാഹ, ആ വിളക്കുകളെ നാം ആക്കിയിരിക്കുന്നു. റുജൂമൻ, എറിയാനുള്ളതാക്കിയിരിക്കുന്നു. ഷയാത്തീൻ, പിശാചുക്കളെ എറിയാനുള്ളതാക്കിയിരിക്കുന്നു. അതവർക്ക് ദുനിയാവിലുള്ള ശിക്ഷയാണ്. വഅഅതദ്നാ ലഹും, നാം അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന അദാബ സഈർ, സഈറിൻ്റെ ശിക്ഷ അഥവാ കത്തിയാളുന്ന നരകത്തിൻ്റെ ശിക്ഷയും വലയ്യാദു ബില്ലാഹ്, അത് പരലോകത്തുള്ളതാണ്. അള്ളാഹു പിശാചുക്കളെ എറിയാനായി ആകാശത്ത് നക്ഷത്രങ്ങളെ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നക്ഷത്രങ്ങളെ ആകാശത്ത് നിശ്ചയിച്ചതിൻ്റെ പിന്നിലുള്ള 2 കാരണങ്ങൾ ഈ ആയത്തിൽ കാണാം. ഒന്ന്, ആകാശത്തിന് അലങ്കാരമാണ്, ഭംഗിയാണ്. 2, പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉപകാരം കൂടി നക്ഷത്രങ്ങളെ കൊണ്ടുണ്ട്. എന്താണത്? നക്ഷത്രം അത് വഴി അടയാളമാണ്. വഴി മനസ്സിലാക്കാൻ, ദിശ മനസ്സിലാക്കാൻ നക്ഷത്രങ്ങൾ കൊണ്ട് സാധിക്കും. കടലിലും കരയിലുമെല്ലാം ദിശ മനസ്സിലാക്കാൻ
നക്ഷത്രങ്ങൾ കൊണ്ട് സാധിക്കും. പഴയ കാലത്ത് അത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇന്നും കടലിലും മറ്റും പോകുന്ന ആളുകൾ അത് ഉപയോഗിക്കാറുണ്ട്. ഇമാം ഖറ്റാദ ബിൻ ദിആമ സദൂസി താബിഇയായ ഇമാം ഖറ്റാദ പറഞ്ഞത് കാണാം, ഇന്നമാ ഖുലിഖത് ഹാദിഹി നുജൂമു ലിസലാസി ഖിസാൽ, നക്ഷത്രങ്ങളെ 3 കാര്യത്തിന് വേണ്ടിയാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. ഖലഖഹ അല്ലാഹു സീനത്തൻ ലിസ്സമാ, ആകാശത്തിന് അലങ്കാരമായിക്കൊണ്ട്, വറുജൂമൻ ലിശയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ, വഅലാമാത്തിൻ യുഹ്തദാ ബിഹാ, അതുപോലെ വഴി മനസ്സിലാക്കാനുള്ള അടയാളങ്ങളായും. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ഫമൻ തഅവ്വല ഫീഹ ഗൈറ ദാലിക്, അതല്ലാത്ത വല്ലതും വല്ല പിഴച്ച വിശ്വാസവും നക്ഷത്രങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, ഫഖദ് ഖാല ബിറഅയിഹി വഅഖ്തഅ ഹവ്വ, അവൻ സ്വന്തം ഇഷ്ടമാണ്, സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത്, അവൻ പറഞ്ഞത് തെറ്റാണ്. വഅദാഅ നസീബഹു വതകല്ലഫ മാ ലാ ഇൽമ ലഹു ബിഹ്, അവൻ തൻ്റെ ഓഹരി കളഞ്ഞു കുളിച്ചിരിക്കുന്നു, അറിവില്ലാത്ത കാര്യം സംസാരിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളെ പൊളിച്ചു കളയുന്ന വാക്കാണ് ഇമാം ഖതാദ, മഹാനായ താബിഈ, സഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ച ഈ മഹാനായ പണ്ഡിതൻ പറയുന്നത്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ നക്ഷത്രങ്ങളെക്കുറിച്ചുണ്ട്. ഓരോരുത്തർ ജനിക്കുന്നത് ഓരോ നക്ഷത്രത്തിലാണ്. ഇവൻ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളാണ്, ഇവൻ ഇന്ന ദോഷമുണ്ട്, ഇവന് ചൊവ്വാദോഷമുണ്ട്, ഇന്ന പ്രശ്നം ഇവനുണ്ട്. ഈ രൂപത്തിൽ എന്തെല്ലാം തെറ്റായ വിശ്വാസങ്ങൾ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുണ്ട്, പിഴച്ച വിശ്വാസങ്ങൾ. ഇതെല്ലാം നിരാകരിക്കുന്നു. ഈ 3 കാര്യങ്ങൾക്കാണ് അള്ളാഹു നക്ഷത്രങ്ങളെ പടച്ചത്. അതല്ലാത്തത് പറയാൻ പാടില്ല. ആകാശത്തിന് അലങ്കാരം, അതുപോലെ പിശാചുക്കൾ എറിഞ്ഞോടിക്കാൻ, അതുപോലെ വഴി അടയാളമായിക്കൊണ്ട്, വഴി മനസ്സിലാക്കാനുള്ള അടയാളമായിക്കൊണ്ട്. എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ പിശാചുക്കളെ എറിഞ്ഞോടിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? നോക്കൂ, സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ഇന്ന സയ്യന്ന സമാഅ അദ്ദുനിയ ബിസീനത്തിനിൽ കവാകിബ്, ഭൂമിയോടടുത്ത ആകാശത്തെ നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്, എല്ലാ മാരിദായ, മാരിദ് എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്ടനായ ധിക്കാരിയായ പിശാചിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു നാം ആകാശത്തെ. ലാ യസ്മഊന ഇലൽ മലഇൽ അഅല, മലഉൽ അഅല എന്ന് പറഞ്ഞാൽ ഉന്നതരായ മലക്കുകളുടെ സംഘം, അവർ പറയുന്നത് കേൾക്കാൻ ഈ പിശാചുക്കൾക്ക് സാധ്യമല്ല. വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തു നിന്നും അവർ എറിഞ്ഞാട്ടപ്പെടുന്നതാണ്. ദുഹൂറ വലഹും അദാബു വാസിബ്, തുടർച്ചയായി അവർ എറിയപ്പെടുന്നതാണ്, അവർക്ക് നിലനിൽക്കുന്ന ശിക്ഷയുണ്ട്. ഇത് ശ്രദ്ധിക്കുക. ഇല്ലാ മൻ ഖത്തിഫൽ ഖത്ഫ, ഒരു കട്ടെടുത്തവനൊഴികെ, ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്, അങ്ങനെ കട്ടെടുത്താൽ അവൻ്റെ പിന്നാലെ അതാ തുളച്ചു കയറുന്ന തിജ്വാല വരികയായി. ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സാഫാത്തിൽ അള്ളാഹു പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് വ്യാപകമായി പിശാചുക്കൾ മലക്കുകളുടെ സംസാരം കട്ടുകേൾക്കുകയും, മലക്കുകളെ അള്ളാഹു ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്, ജോലി ഏൽപ്പിച്ചത് അവരെയാണ്. അതുകൊണ്ട് ഇതാ ഇന്നയാളുടെ ഇന്ന കാര്യം നാളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഈ രൂപത്തിൽ മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചത് അവർ സംസാരിക്കുമ്പോൾ പിശാചുക്കൾ അത് കട്ടുകേൾക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ മിത്രങ്ങളായ ജ്യോത്സ്യന്മാർക്ക് ഇതെത്തിച്ചു കൊടുക്കും. ജ്യോത്സ്യന്മാരായ മനുഷ്യ പിശാചുക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കും. ഈ ജ്യോത്സ്യന്മാർ ഇങ്ങനെ ഇതുവഴി പിശാചുക്കൾ വഴി അറിഞ്ഞ പല ഭാവി കാര്യങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ ഖുർആനിൻ്റെ സംരക്ഷണമായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പിശാചുക്കൾക്ക് അങ്ങനെ കേൾക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ നക്ഷത്രങ്ങൾ കൊണ്ട് എറിയാൻ ആരംഭിച്ചു. എങ്കിലും പിശാചുക്കൾ എന്തു ചെയ്യും? അവരുടെ പ്രകൃതം അങ്ങേയറ്റം ഷർറിൻ്റെ പ്രകൃതമാണ്. അതുകൊണ്ട് മരിച്ചാലും ഈ രൂപത്തിൽ ആളുകളെ ജ്യോത്സ്യന്മാരെ കൊണ്ട് വഴിതെറ്റിക്കാൻ സാധിച്ചാൽ അതിനാണ് അവർ ശ്രമിക്കുക. എന്നാലും കയറി നിൽക്കും. എന്നിട്ട് വല്ലതും കേട്ടാൽ താഴെയുള്ള പിശാചിന്, ഓരോ പിശാചിൻ്റെ മുകളിൽ ഓരോരുത്തരായി കയറി നിൽക്കുമെന്നാണ്. താഴെയുള്ള പിശാചിന് കൊടുക്കും, താഴെയുള്ള പിശാചിന് കൊടുക്കും. ഇങ്ങനെ തീജ്വാലയേറ്റു മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും താഴെയുള്ളത് കൊടുക്കാൻ അവർ ശ്രമിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ ആകാശത്തിലെ വർത്തമാനങ്ങൾ കേൾക്കുന്നത് തടസ്സപ്പെട്ടത് കൊണ്ട് ഇബ്ലീസ് എന്തു ചെയ്തു? അവൻ്റെ
അനുയായികളായ പിശാചുക്കളെ ഭൂമിയുടെ 4 ഭാഗത്തേക്കും പറഞ്ഞയച്ചു. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അങ്ങനെ തിഹാമയുടെ അറേബ്യയുടെ ഭാഗത്തേക്ക് വന്ന പിശാചുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അവർക്ക് അതോടെ മനസ്സിലാകുകയും ചെയ്തു, ഇത് കാരണത്താലാണ് ആകാശത്ത് പഴയ പോലെ കട്ട് കേൾക്കുക എന്നത് നടക്കാത്തത്. പക്ഷേ ഇബ്ലീസ് പറഞ്ഞയച്ച ഈ പിശാചുക്കൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട് മുസ്ലിമീങ്ങളായി എന്നാണ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ കൊണ്ട് ആരാണ് മുസ്ലിമീങ്ങളായത്? ഇബ്ലീസ് നേരിട്ട് തിരഞ്ഞെടുത്തയച്ച ചില ജിന്നുകൾ. സുബ്ഹാനല്ലാഹ്, അവർ എത്രമാത്രം ഷർറിൻ്റെ, തോന്നിവാസത്തിൻ്റെ, നിഷേധത്തിൻ്റെ ആളുകളായിരുന്നിരിക്കണം. പക്ഷേ ഖുർആൻ കാരണത്താൽ അവർ മാറുകയാണ്. അതോടെ അവർക്ക് മനസ്സിലായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ജ്യോത്സ്യന്മാരെ കുറിച്ച് സഹാബത്ത് ചോദിച്ച കാര്യം ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് ഇങ്ങനെ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഅല ഉനാസുൻ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ കുഹാൻ. ജ്യോത്സ്യന്മാരെ കുറിച്ച് ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈ, അവർ ഒന്നുമല്ല. ഫഖാലു, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഫഇന്നഹും യുഹദ്ദിഥൂന ബിശൈഇ യകൂനു ഹഖ്ഖൻ, ജ്യോത്സ്യന്മാർ പറയുന്ന ചിലത് സത്യമാകുന്നുണ്ടല്ലോ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക്കൽ കലിമതു മിനൽ ഹഖ് യഖ്തഫുഹൽ ജിന്നിയു, ആ സത്യമായ കാര്യം ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാച് കട്ടെടുക്കുന്നതാണ്. ഖുർആനിൽ അള്ളാഹു സൂറത്തു സാഫാത്തിൽ പറഞ്ഞ ആ പദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യഖ്തഫുഹ, ഖുർആനിൽ വന്നില്ലേ, ഇല്ലാ മൻ ഖാതിഫൽ ഖത്ഫ, ഒരു കട്ടെടുത്തവനൊഴികെ. അങ്ങനെ പിശാച് കട്ടെടുക്കുന്നതാണ്. ഫയുഖർഖിറുഹ ഫി ഉദുനി വലിയിഹി, എന്നിട്ട് പിശാച് എന്ത് ചെയ്യും? അവൻ്റെ വലിയായ ജ്യോത്സ്യൻ്റെ ചെവിയിൽ കഖർഖറത്തി ദജാജ, കോഴി കുറുകുന്നത് പോലെ അക്കാര്യം കുറുകി കൊടുക്കും. ഫയഖ്ലിതൂന ഫീഹി അക്സറ മിൻ മിഅതി കദ്ബ, 100-ലധികം കളവുകൾ ഈ ഒരു സത്യമായ കാര്യത്തിൻ്റെ കൂടെ ജ്യോത്സ്യന്മാർ കൂട്ടിച്ചേർത്ത് ജ്യോത്സ്യന്മാരുടെ അരികിൽ വരുന്ന ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കും. നോക്കൂ നിങ്ങൾ, ഈ ഒരു സത്യം, 100 കളവുകൾക്കൊപ്പം ഒരു സത്യം, അതുമതി ആളുകൾ ജ്യോത്സ്യന്മാരുടെ അടിമകളാകാൻ. അയാൾ പറയുന്നത് 100 തെറ്റിയിട്ടുണ്ടാവും. എത്രയോ ജ്യോത്സ്യന്മാർ, നമ്മുടെ നാട്ടിൽ തന്നെ അറിയപ്പെട്ട വലിയ വലിയ ജ്യോത്സ്യന്മാർ പറയുന്നത് അമ്പേ പരാജയമാകുന്നത്, പറഞ്ഞതിന് നേരെ വിപരീതം സംഭവിക്കുന്ന വലിയ രാഷ്ട്രീയമൊക്കെ അവർ പറയുന്നതാണ്. ഇന്ന ആൾ ജയിക്കും, അല്ലെങ്കിൽ ഇന്ന കളിയിൽ ഇന്ന ആൾ ജയിക്കും, നേരെ എതിർ സംഭവിക്കുന്നത് കാണാം. എന്നതുപോലെ 100 കളവുകളായിരിക്കും അവർ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒന്ന് സത്യമായാൽ ജനങ്ങൾക്ക് ദലാലത്തിലാകാൻ, വഴികേടിലേക്ക് പോകാൻ അത് മതി. അതാണ് അവർ പറയുന്ന ചിലത് സത്യമാകുന്നത്. ഇങ്ങനെയുള്ള ജ്യോത്സ്യന്മാരുടെയോ ഭാവി അറിയാമെന്ന് പറയുന്ന തങ്ങന്മാരുടെ അരികിലേക്ക് പോകാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ചില സാധാരണക്കാർ പറയാറില്ലേ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, അയാൾ പറഞ്ഞത് അതേപോലെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, ഈ ജ്യോത്സ്യന്മാർ പൊതുവേ 2 തരക്കാരാണ്. ഒന്ന് വെറും തട്ടിപ്പുകാരായിരിക്കും. വരുന്നവരുടെ വിവരങ്ങളും മറ്റും അറിയാൻ ചില ഏജൻറ്റുമാർ അവർക്കുണ്ടായിരിക്കും. എന്നാൽ എല്ലാ ജ്യോത്സ്യന്മാരും അങ്ങനെയാണോ? അല്ല. ചില ജ്യോത്സ്യന്മാർക്ക് പിശാചിൻ്റെ സഹായമുണ്ടാകും. പിശാച് ഈ ജ്യോത്സ്യനെ സഹായിക്കുന്നത് എന്തിനാണ്? ഈ ജ്യോത്സ്യൻ മുഖേന ഒരുപാട് ആളുകളെ പിശാചിന് കുഫറിലെത്തിക്കാൻ സാധിക്കും. കാരണം ജ്യോത്സ്യൻ്റെ അരികിൽ ചെന്നാൽ അവൻ പറയുന്നത് വിശ്വസിച്ചാൽ അതോടെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആളുടെ അരികിലേക്ക്, മറഞ്ഞ വസ്തു അറിയാമെന്ന് വാദിക്കുന്ന, എവിടെയെന്ന് അറിയാമെന്ന് വാദിക്കുന്നവൻ്റെ അരികിലേക്ക് ചെല്ലുകയും അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചതിൽ അവൻ കാഫറായിരിക്കുന്നു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അവൻ പറയുന്നത് എന്തായാലും ശരി, ഒരു മുസ്ലിമിന് അവൻ്റെ അരികിൽ പോകാൻ പാടില്ല. ഈ ജ്യോത്സ്യന്മാർ പറയുന്നത് വല്ലതും സത്യമായോ അത് പിശാച് അവന് എത്തിച്ചു കൊടുക്കുന്നത് മാത്രമാണ്. പിശാച് എന്തിനാണ് അത് എത്തിച്ചു കൊടുക്കുന്നത്? ഈ ജ്യോത്സ്യൻ മുഖേന ആളുകളെ വഴിതെറ്റിക്കാൻ, ആളുകളെ കുഫറിലേക്ക്, ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ. ഈ കാര്യമാണ് ഖുർആനിൽ അള്ളാഹു നക്ഷത്രങ്ങൾ കൊണ്ട് പിശാചുക്കളെ എറിയും എന്ന് പറഞ്ഞതുകൊണ്ട്
അർത്ഥമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിശാചുക്കൾ വ്യാപകമായി പഴയ കാലത്ത് മലക്കുകളുടെ സംസാരം കട്ടുകെട്ടിരുന്നു, അത് അധികമായിരുന്നു. എന്നാൽ ഖുർആനിൻ്റെ അവതരണത്തോടെ, ഖുർആനിൻ്റെ സംരക്ഷണമായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടെ നക്ഷത്രങ്ങളെ കൊണ്ട് 4 ഭാഗത്തു നിന്നും പിശാചുക്കളെ എറിയാൻ ആരംഭിച്ചു. അതുകൊണ്ട് ഈ മലക്കുകളുടെ സംസാരം അവർ കേൾക്കുന്നത് വളരെ കുറഞ്ഞു. പക്ഷെ പറ്റ ഇല്ലാതായിട്ടില്ല. കാരണം മരിച്ചാലും തീ കൊണ്ട് ഈ നക്ഷത്രങ്ങൾ കൊണ്ട് കത്തിച്ചാമ്പലായാലും കുഴപ്പമില്ല. എന്തെങ്കിലും കിട്ടിയ അത്രയും ജ്യോത്സ്യൻ എത്തിച്ചു കൊടുത്ത ആളുകളെ വഴിപിഴപ്പിക്കാനും പിശാചുക്കൾ തയ്യാറാണ്. അതുകൊണ്ട് അത് പഴയ അത്രയുമില്ലെങ്കിലും അല്പം ഇനിയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗശേഷം ഇക്കാലത്തും അതുണ്ട്. അതാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം സൂചിപ്പിക്കുന്നത്. ഈ ജ്യോത്സ്യന്മാരുടെ ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആളുകളുടെ അരികിലേക്ക് പോവുക എന്നത് പല മുസ്ലിമീങ്ങളായ ആളുകളുടെ ഇടയിലുമുള്ള കാര്യമാണ്. സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയാമെന്ന വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ്. ഈ പിശാചുക്കൾ അറിയുന്നത് യഥാർത്ഥത്തിൽ ഗൈബ് അല്ല, മറിച്ച് അത് പിശാചുക്കൾ അറിഞ്ഞ, മലക്കുകൾ അറിഞ്ഞ കാര്യമാണ്. ആ ഒരു കാര്യം മാത്രം ആണ് അവരറിയുന്നത്. അതല്ലാതെ നിരുപാധികം ഗൈബ് അറിയുക, അദൃശ്യം അറിയുക അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. പടപ്പുകളിൽ ചിലർ അറിയാത്തത് ചിലർ അറിയുക മാത്രം, അത് ഒരിക്കലും ഗൈബല്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബല്ല. അത് അള്ളാഹു പടപ്പുകളിൽ ചിലർ അറിയാൻ ഉദ്ദേശിച്ച കാര്യം മാത്രമാണ്. അതിൻ്റെ പേരിൽ ഒരിക്കലും അവരുടെ അരികിൽ പോവുക ഒരു മുസ്ലിമിന് പാടില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് വരുന്ന ദിവസം വിശദീകരിക്കാം. والله تعالى عالم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.